അതായത് ഇന്ന് നമുക്ക് എസ്സെറെ ആൻഡ് അവേരെ എസ് എ മെയിൻ വെർബ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്ന് കേട്ടോ. അതായത് സോണോ തൂസെ ലൂയലേ എ നോയ് സിയാമോ ഓയ് സിയത്തെ ലോറോ സോണോ. ഓക്കെ, അതിൽ വെർബുകൾ ഏതാ? സോണോ സെയ് എ, സിയാമോ സിയത്തെ സോണോ. അതിൽ സബ്ജക്റ്റ് ഏതാ? ഇയോ തു അത്. ഓക്കെ, ഇയോ തു ലൂയലേ അത്, അതാണ് സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. ഓൾറെഡി ഇവിടെ സബ്ജക്റ്റും ഉണ്ട് വെർബും ഉണ്ട്. ഏതൊക്കെ? ഇയോ സോണോ. അപ്പോൾ നമ്മൾ എസ്സെറയിൽ എന്തെന്ന് പറഞ്ഞിരിക്കണേ, അവൾ ആരാണ്, അവൾ എന്താണ്, അവളുടെ പ്രൊഫഷൻ എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ്, ഇതൊക്കെയാണ് എസ്സെറേൻ്റെ കാര്യങ്ങൾ. അവളുടെ കണ്ടീഷൻ, അല്ലെങ്കിൽ അവളുടെ അവസ്ഥ, അല്ലെങ്കിൽ അവളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അവൾ ആരാണ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് ഇയോ സോണോ. ഓൾറെഡി ഇയോ സോണോ ഉണ്ട്. ഇനി അവിടെ എന്തെങ്കിലും വെച്ചാൽ മതി. ഒന്നുമില്ല, എൻ്റെ പേര് വയ്ക്കാം. ഇയോ സോണോ മരിയ അല്ലെങ്കിൽ ജോയ. ഓക്കെ, ഞാൻ മരിയയാണ്. ഓക്കെ, അർത്ഥം പൂർത്തിയായി അല്ലേ? അതുപോലെ തന്നെ ഇനി വേറെ പറയാം, അവൻ എന്താണ്. അപ്പോൾ പറയാം ലൂയി എ ഇൻ്റലിജൻറ്റേ, എ മോൾത്ത് ഇൻ്റലിജൻറ്റേ. അപ്പോൾ ലൂയി എന്നുണ്ട് അവിടെ, നമ്മൾ വെച്ചത് എന്തിട്ടാ? മോൾത്തോ ഇൻ്റലിജൻറ്റേ. നല്ല ബുദ്ധിമാനാണവൻ. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോയ് സിയാമോ. നോയ് സിയാമോ എന്താണ്? അമീച്ചി, ഞങ്ങൾ ഫ്രണ്ട്സുകളാണ് അല്ലേ? അത്രേ ഉള്ളൂ. നോയ് സിയാമോ എന്ന് അവിടെ ഉണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ മതി അവിടെ. മനസ്സിലായോ? നോയ് സിയാമോ അമീച്ചി. ഇനി അതിൽ എസ്സെറയിൽ എന്ത് പറയാൻ പറ്റും? ഇയോ സോണോ ഫെലീച്ചെ. ഫെലീച്ച അഡ്ജക്റ്റീവാ, സന്തോഷം. ഞാൻ സന്തോഷവതിയാണ്. ഇയോ സോണോ ഐ ആം ഹാപ്പി ഇംഗ്ലീഷിൽ. അപ്പോൾ അത് ചെറിയ സെൻറ്റൻസുകളായി അർത്ഥം പൂർത്തീകരിച്ചു. ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ്. മനസ്സിലായ? അതാണ് എസ്സെറെ വെർബായിട്ട് പ്രവർത്തിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇയോ സോണോ, വേറെ ഒന്നുമില്ല അവിടെ വെർബുകൾ. ഇയോ സോണോ ഫെലീച്ചെ, സോണോ ആണ് അവിടെ അടുത്ത മെയിൻ വെർബായിട്ട് നിൽക്കുന്നത്. ഫെലീച്ചെ ആഡ്ജക്റ്റീവാണ്. അപ്പോൾ അവിടെ വേറെ വെർബുകളൊന്നുമില്ല. ഇയോ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇയോ സോണോ മെയിൻ വെർബായിട്ട് നിൽക്കുന്ന സോണോ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വന്ന കഴിഞ്ഞ വീഡിയോയിൽ മെയിൻ വെർബായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇയോ സോണോ ഫെലീച്ചെ. ഇനി വോയി എന്ന് പറഞ്ഞിട്ട് എന്ത് പറയാൻ പറ്റും? നോയ് സിയാമോ അമീച്ചി. ഇനി വേണം പറയാം ലോറോ സോണോ അമീച്ചി, അല്ലെങ്കിൽ നോയ് സിയാമോ അമീച്ചി, അല്ലെങ്കിൽ നോയ് സിയാമോ ഇനി ഇതാലിയ. അത് പറയാം, നോയ് സിയാമോ ഇനി ഇതാലിയ, ഞങ്ങൾ ഇറ്റലിയിലാണ്. മനസ്സിലായോ? ഇനി ഇറ്റ് വെച്ചിട്ട് പറയാം അല്ലേ? ഇറ്റ്, ലൂയോ ലേ ഇറ്റ് അതിലുണ്ട്, ഇംഗ്ലീഷിൽ പറയും നമ്മൾ. അപ്പോൾ ല കാസ എ ബെല്ല അല്ല, അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളാണ് കാസ, വീട് നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഓക്കെ, ഇതാണ് എസ്സെറയിൽ നമ്മൾ കാണുന്ന വെർബ് ഫോമുകൾ അല്ല, എക്സാമ്പിൾസ്. ഓക്കെ, ഇനി അടുത്തത് അവേരയിൽ എന്താണ് കാണുന്ന എക്സാമ്പിൾസ് നമുക്കറിയണം. അപ്പോൾ ഓൾറെഡി അവേരയിൽ സബ്ജക്റ്റും വെർബുകളും ഉണ്ട്, മെയിൻ വെർബുണ്ട്. മെയിൻ വെർബ് എന്ന് ഞാൻ പറഞ്ഞ പോലെ ഏതാണ്? ഓ ഐ ആ. അതാണ് മെയിൻ വെർബായിട്ട് പ്രവർത്തിക്കുന്നു പറയുന്നത്. സബ്ജക്റ്റ് ഏതാ? ഇയോ തു ലൂ ലേ ആ നോയ് വോയ് ലോറോ. ഇതാണ് സബ്ജക്റ്റ്. അപ്പം നമ്മുടെ മെയിൻ വെർബായിട്ട് പ്രവർത്തിക്കുന്നത് സ്ഥിരീകരിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ അവേരയിൽ എങ്ങനെയാണ് സെൻറ്റൻസുകൾ നോക്കാം. ഇയോ ഓ ഓൾറെഡി ഉള്ളതാ സെൻറ്റൻസിൽ അല്ലേ? ഇയോ ഓ എന്താ പറയാൻ പറ്റും? ഇയോ ഓ ഊന മാക്കിന, എനിക്കൊരു കാറുണ്ട്. മാക്കിന, ഊന എന്ന് വെച്ചാൽ എന്താ? മാക്കിന സ്ത്രീലിംഗമാണ്, ഊന. അപ്പോൾ ഊന വെച്ചു. അല്ലെങ്കിൽ മസ്കീൽ എന്തെങ്കിലും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉൻ വയ്ക്കണം കേട്ടോ. ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞു തന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇയോ ഓ ഊന മാക്കിന. ഓക്കെ, ഇനി ലോറോ ആനോ അല്ലേ? ലോറോ ആനോ ഓൾറെഡി ഉണ്ട്. ഇനി അവിടെ എന്താ വയ്ക്കണ്ടേ? ലോറോ ആനോ ദുവേ ഫീലി, 2 മക്കളുണ്ട് അവർക്ക്. ഉള്ളത്, അതാണ് അവേരെ അല്ലേ? മറ്റേത് ആണ് ആകുന്നു എസ്സെറെ. അപ്പോൾ അവേരയിൽ ഉള്ളത്. അപ്പോൾ എനിക്ക് ഒരു മാക്കിനയുണ്ട്, അവർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ എനിക്ക് മാക്കിനയാണ് ഇയോ ഓൾറെഡി അത് ഉണ്ട് അവിടെ, ആ സെൻറ്റൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു ഓബ്ജക്റ്റും കൂടി കൂട്ടിച്ചേർക്കണം. മനസ്സിലായ? ഇനി ഓ വിസ്തോ ഉൻ ഫിൽം. ഇയോ ഓ വിസ്തോ ഉൻ ബെൽ ഫിൽം, ഞാൻ ഒരു സിനിമ നല്ലത് കണ്ടു. മനസ്സിലായ? അപ്പോൾ അതാണ് ഇവിടുത്തെ ഏത് അവേരയിലുള്ള സെൻറ്റൻസുകൾ. ഇനി നമുക്ക് വേറെ ഒന്ന് പറയുകയാണെങ്കിൽ എന്തെന്ന് പറയാൻ പറ്റും? ലൂയി ആ
എന്താണ് ലൂയ? ഉൻ ഗാത്തോ, അവനൊരു പൂച്ചയുണ്ട്. ലൂയി ആ ഉൻ ഗാത്തോ. മനസ്സിലായ? ഇതാണ് നമ്മുടെ അവരെ എസ്സരെയും തമ്മിൽ എങ്ങനെയാണ് ആസ് എ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് സിമ്പിൾ സെൻറ്റൻസുകളാണ്, എക്സാമ്പിൾ സെൻറ്റൻസുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. നിങ്ങൾ വീട്ടിലിരുന്ന് ഇതിന് ഇപ്പോൾ പറയാം, നമുക്ക് ഇപ്പോൾ നമ്മൾ വീട്ടിലല്ലേ, വീട്ടുകളിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഈ പാവിമെന്തി അല്ലെങ്കിൽ ലത്തേറ മോൾട്ടോ, ലത്തേറ എ ആണ് അവിടുത്തെ മെയിൻ വെർബായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലേ. ലത്തേറ എ മോൾട്ടോ സ്പോർക്കോ, സ്പോർക്ക് അഴുക്കാണ്. അല്ലെങ്കിൽ ഇൽ ബാഞ്ഞോ, ബാഞ്ഞോ ബാത്റൂം, ഇൽ ബാഞ്ഞോ എ മോൾട്ടോ സ്പോർക്കോ. ചെറിയ ചെറിയ സെൻറ്റൻസാണ്, ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പറയാം ലേ, അപ്പോൾ നമ്മൾ ആ മാമനെ കാണിച്ചിട്ട് പറയാം ലേ എ ഗബ്രിയേല, അവൾ ഗബ്രിയേല എന്നാണ്, ഗബ്രിയേലയാണ് അവൾ. അല്ലെങ്കിൽ ലേ എ ദൊത്തോറീസ, അവൾ ഡോക്ടറാണ്. എന്നൊക്കെ ചെറിയ സിമ്പിൾ സെൻറ്റൻസാണ് ആസ് എ മെയിൻ വെർബ് പോലെ ഉപയോഗിക്കാവുന്നതാണ്. അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് നിങ്ങൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴതിന് മിടുക്കിരിക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ അടച്ചു പൂട്ടിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് വെച്ചിട്ട് നമ്മൾ ഈ വേറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് വെച്ച് നോക്കണം. അങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുക. ഇത് എൻ്റർലി ഡിഫറെൻ്റാണ് മക്കളെ, ഈ ലാംഗ്വേജ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തുനിഞ്ഞിറങ്ങിയേക്കണത് തന്നെയാണ് ഈ പുതിയതായി വരുന്നവർക്ക് ഈ ലാംഗ്വേജ് പഠിക്കണം. പേപ്പറില്ലെങ്കിലും ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, വാക്ക് തരുന്നു. ഓക്കെ, ചാവ് തൂത്തി, ci vediamo next video. ഓക്കെ, ചാവ്.